നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. AC ഇരുന്ന് സുഖിച്ചിരിക്കുന്ന പിണറായി വിജയനും മകൾ വീണ വിജയനും അറിയാൻ നിങ്ങൾക്ക് വേണ്ടി കല്ലെറിഞ്ഞും മുട്ടയെറിഞ്ഞും ഈടിക്ക് മുന്നേ വലിയ ആള് കളിക്കാൻ പോയി ആ പൊരി വെയിലത്ത് കിടന്ന് ആള് കളിക്കാൻ പോയവർ പോലീസ് സ്റ്റേഷനിൽ പോലീസ് പിടിക്കുകയും പോലീസ് സ്റ്റേഷൻ നേരെ ജയിലിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 മാസം പിന്നിട്ടിരിക്കുകയാണ് സംഭവവികാസം അരങ്ങേറിയിട്ടും ഇവർ ജയിലിൽ കിടന്നിട്ടും ഇപ്പോഴിതാ നരകയാതന അനുഭവിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പോലീസ് ജയിലിൽ അടച്ചിരിക്കുന്ന ഇവരുടെ അവസ്ഥ നിലവിൽ പരിതാപകരമാണ് എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ 50 ദിവസമായി ജയിലിലാണ് CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് ബിനുവിനെ കൊണ്ടുപോയിരുന്നു. കടുത്ത പ്രമേഹത്തെ തുടർന്ന് കാലുകളിൽ മരവിപ്പ് അനുഭവപ്പെട്ടെന്നും പോലീസ് വിലങ്ങണിയിച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ മുട്ടയെറിയുന്ന IP ബിനുവിന്റെ ദൃശ്യങ്ങൾ പത്രമാധ്യമങ്ങൾ അടക്കം പ്രസിദ്ധീകരിച്ചിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മാസപ്പടി വാങ്ങിയ പിണറായിയുടെ മകൾ വീണയെ സംരക്ഷിക്കാൻ ജയിലിൽ കിടക്കുന്ന സഖാക്കളെ പരിഹസിച്ച് യുവരാജ് ഗോകുൽ അടക്കം രംഗത്തെത്തിയിരുന്നു. വീണ വിജയന് വേണ്ടി പോരാടി ജയിലിൽ 50 ദിവസം പിന്നിടുന്ന IP ബിനു വീണ സുഖമായ AC റൂമിൽ നല്ല ഭക്ഷണം കഴിച്ചുറങ്ങുന്നു എന്നായിരുന്നു ഈ യുവരാജ് ഗോകുലിന്റെ പോസ്റ്റ്. വീണ വിജയന് വേണ്ടി പോരാടിയിട്ട് ഇപ്പോൾ സുഖമായി AC റൂമിൽ അവർ കിടന്ന് ഉറങ്ങുന്നു. പക്ഷേ IP ബിനു നിങ്ങളുടെ കാര്യം പരമ കഷ്ടമാണല്ലോ എന്നൊക്കെയുള്ള ഈ പറയുന്ന പോസ്റ്റുകൾ സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ്. IP ബിനുവിന്റെ അവസ്ഥ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഹരി തമ്പായി. എന്തായാലും വളരെ ശ്രദ്ധേയമാവുകയാണ് ഈ പോസ്റ്റ്. നമുക്ക് നോക്കാം ആ പോസ്റ്റ്. കഥ ഇങ്ങനെയാണ്. വലിയ ആളായിരുന്നു IP ബിനു. ബിനു അറിയാതെ തിരുവനന്തപുരത്ത് ഒരു ഇല പോലും പറക്കില്ല, മണൽത്തരി പോലും അനങ്ങില്ല. എന്തും ഏതും ബിനു അറിയും, ബിനു തീർപ്പാക്കും. അങ്ങനെ ഇരിക്കെ പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി ശ്രദ്ധിക്കണം. പിണറായി വിജയന് വേണ്ടിയല്ല, പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി ഈ ബിനുവും ടീമും ED ഉദ്യോഗസ്ഥരെ തടഞ്ഞു, മർദ്ദിച്ചു, അവരുടെ വണ്ടിക്ക് നേരെ മുട്ടയെറിഞ്ഞു. കഥ കഴിഞ്ഞു. പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് കാലിന് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണിച്ച് ബിനുവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന രംഗമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് പറയുന്നത്. അവന്റെ കണ്ണീര് വീണ മീശയൊക്കെ വളർന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ അന്തംഗമ്മികൾ. അവനവന് വേണ്ടിയല്ലാതെ പാർട്ടി നേതാക്കളുടെ മക്കൾക്ക് വേണ്ടിയും മകന് വേണ്ടിയും മകൾക്ക് വേണ്ടിയും വരെ സ്വന്തം ഭാര്യ, മകൾ, ജീവിതം എല്ലാം ഉപേക്ഷിച്ച് ജയിലിൽ കഴിയുന്ന കോവർ കഴുതകൾ എന്നാണ് പറയുന്നത്. വീണ മോളെ സംരക്ഷിക്കാൻ വീണയുടെ അപ്പനോ ഭർത്താവോ സഹോദരനോ കുടുംബത്തിലെ മറ്റംഗങ്ങളോ തെരുവിൽ ഇറങ്ങുകയോ മുട്ട എറിയുകയോ കല്ലെറിയുകയോ ചെയ്തില്ല. വിവരം കെട്ട നാടിനും വീടിനും വേണ്ടാത്ത ഒരുപാട് ആളുകളാണ്, കിഴങ്ങന്മാരാണ് ഇനി ധാരാളം ഇങ്ങനെ വരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇവർ ഒന്നും 25 കൊല്ലം പുറം ലോകം കാണരുത്, എന്നിട്ട് ഇറക്കി വിടണം. ഇവരെയൊക്കെ നോക്കുമ്പോൾ വീണയും കുടുംബവും വെൽ സെറ്റിൽഡ്. ഇവന്റെയൊക്കെ കുടുംബം വഴിയാധാരം. പരനാറിക്ക് വേണ്ടി ജീവിതം തുലച്ച ഇവരൊക്കെ തന്നെയാണ് കമ്മികൾ എന്ന് പറയുന്നത് കൊണ്ടാണ് പല കമന്റുകളും അല്ലാതെയും വരുന്നത്. വീണ കുഞ്ഞിനു വേണ്ടി ത്യാഗം ചെയ്തവർക്ക് പാർട്ടിയും കരിമണൽ കർത്തയും പണം ഒഴുക്കും. കോടികൾ സഹായമായി എത്തും, വരും, വന്നു ചേരും. ഓൾ ദി ബെസ്റ്റ്. അധികം വൈകാതെ തന്നെ ജയിലിലേക്ക് അങ്ങയുടെ മുതലാളിയും വരും. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ജയിലിൽ കിടന്ന് കരഞ്ഞു മൊട്ട ബിനുവിന്റെ മീശയൊക്കെ അങ്ങ് വളർന്നല്ലോ പിള്ളേച്ച എന്നാണ് പറയുന്നത്. മീശ കറുപ്പിക്കാൻ ഇവൻ ജയിലിൽ ഡൈ വരെ കിട്ടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ജയിലാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും അടിമകൾക്ക് അതും വിപ്ലവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇനിയെങ്കിലും നീയൊക്കെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. എവിടെ നിന്റെ വീണയും നിന്റെ പാർട്ടിയും? ഇത് പഠിക്കാൻ വേണ്ടി ഈശ്വരൻ തന്ന ശിക്ഷ. പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജന്മത്തിൽ നീ നന്നാവാനും പോകുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റുകൾ ഇങ്ങനെ ധാരാളം വരുന്നുണ്ട്. എന്തായാലും മാസപ്പടി കേസിൽ വീണയുടെ അറസ്റ്റിന് മുന്നോടിയായി EDയുടെ നിർണായക നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. കൊച്ചിയിൽ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന പിണറായി വിജയന്റെ മകൾ വീണയുടെ ആസ്തി വിവരങ്ങൾ ED ശേഖരിച്ചതോടുകൂടി കേസിൽ നിർണായക നീക്കമായി മാറിയിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെ തുടരന്വേഷണ നടപടികളെ കുറിച്ച് യോഗത്തിൽ തീരുമാനമുണ്ടാകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ദക്ഷിണ മേഖലാ മേധാവിയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ നിർണായക അവലോകന യോഗമാണ് കൊച്ചിയിൽ നടന്നുവരുന്നത്. DMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണത്തിന്റെ തുടർ നടപടികളാണ് പ്രധാനമായും ചർച്ചയാവുക. കേസുമായി ബന്ധപ്പെട്ട് വീണയെ 2 തവണ ചോദ്യം ചെയ്തതിന് പിന്നാലെ കുടുംബത്തിന്റെ ആസ്തി വിവരങ്ങൾ ED ശേഖരിച്ചു കഴിഞ്ഞു. വീണ പറഞ്ഞതിന്റെ 10 മടങ്ങ് അനധികൃത സ്വത്ത് വീണയുടെ അക്കൗണ്ടുകളിലും ബിനാമി അക്കൗണ്ടുകളിലും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം.
തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവവും യോഗത്തിൽ ചർച്ചാ വിഷയമാണ്. സംഭവത്തിലെ ഗൂഢാലോചന, തുടർന്ന നിയമ നടപടികൾ എന്നിവയും യോഗത്തിൽ പരിഗണിക്കുന്നുണ്ട്. ED ആക്രമിക്കാനുള്ള തീരുമാനം പാർട്ടി സംസ്ഥാന നേതാക്കളുടെ അറിവോടെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീണയ്ക്കുള്ള കുറ്റപത്രത്തിന്റെ 134 അനുബന്ധ രേഖകൾ EDക്ക് ഇന്നലെ ലഭിച്ചിട്ടുണ്ട്. കരിമണൽ കമ്പനിയും വീണയും നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന രേഖയാണ് ഇത്. നേരത്തെ ഈ രേഖകൾ ലഭ്യമല്ലാത്തതിനാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ ആയിരുന്നില്ല. ആദ്യം ചോദ്യം ചെയ്യലിൽ പല രേഖകളും ഹാജരാക്കാൻ കൂടുതൽ സാവകാശം വേണമെന്ന് EDയോട് വീണ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നീണ്ടത്. നേരത്തെ ഹാജരായപ്പോൾ വീണ നൽകിയ അക്കൗണ്ട് വിശദാംശങ്ങളും കരാർ രേഖകളും ED പരിശോധിച്ചിരുന്നു. ഇതേ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിലെ ലോക്കർ അടക്കം തുറന്ന പരിശോധന നടത്തിയിരുന്നു. വീണയുടെ ചോദ്യം ചെയ്യലിന് തുടർച്ചയായി CMRL, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്നീ കമ്പനികളുടെ ഡയറക്ടർമാരായ കരിമണൽ കർത്ത കുടുംബത്തെയും ചോദ്യം ചെയ്തിരുന്നു. MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ S കർത്ത, വീണയ്ക്ക് വായ്പ നൽകിയ എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാരായ ഷിബി S കർത്ത, മകൻ ശരൺ S കർത്ത, മരുമകൻ അനിൽ ആനന്ദ് പണിക്കർ എന്നിവരടക്കം 6 പേരാണ് ചോദ്യം ചെയ്തത്. 2024 ആരംഭിച്ച അന്വേഷണത്തിനിടയിൽ ആരുടെയും അറസ്റ്റ് ഇതുവരെ ED രേഖപ്പെടുത്തിയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെതിരെയുള്ള CMRLന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടുകൂടിയാണ് ചോദ്യം ചെയ്യലിന് കളമൊരുങ്ങിയത്. അന്വേഷണത്തിനെതിരെ നേരത്തെ CMRL സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നെങ്കിലും അന്വേഷണവുമായി മുന്നോട്ടു പോകാം എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. അതേസമയം വീണ വിജയൻ കോടതിക്ക് മുന്നിലുള്ള കക്ഷിയല്ലാത്തതിനാൽ അവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് ED കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലവുമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും വളരെ വിപുലമായ മാനങ്ങളുള്ള കേസാണിതെന്നുമാണ് ED കോടതിയിൽ വാദിച്ചത്. ബാംഗ്ലൂർ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ ആവശ്യമെങ്കിൽ ഹൈക്കോടതിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ED കോടതിയെ അറിയിച്ചിരുന്നു. വരുന്നയാഴ്ച വീണയുടെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നാണ് ED വൃത്തങ്ങൾ പറയുന്നത്. വീണയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുമോ അതോ റിമാൻഡ് ചെയ്യുമോ എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. മാസപ്പടി വാങ്ങിയത് എന്ത് സേവനമാണ് കരിമണൽ കമ്പനിക്ക് ചെയ്തു കൊടുത്തതെന്ന് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് വീണയിൽ നിന്ന് മറുപടിയൊന്നും തന്നെ ഉണ്ടായില്ല. വെറുതെ എന്തിന് പണം പറ്റിയെന്ന ചോദ്യത്തിനും ഉത്തരമുണ്ടായില്ല. വീണയ്ക്ക് മാസപ്പടി ലഭിച്ചുവെന്നത് മാത്രമല്ല, കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്നതും മറ്റൊരു ഗുരുതരമായ വീഴ്ചയാണ്. CMRL എക്സാലോജിക് മാസപ്പടി കേസ് അന്വേഷണം ശക്തമാകാൻ തന്നെ EDയുടെ നീക്കം. കേസിൽ കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനും സാധ്യതയുള്ളതായി അറിയുന്നു. ഡൽഹിയിൽ നിന്ന് ഡയറക്ടർ രാഹുൽ നവീൻ ഉൾപ്പെടെ ED ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് വലിയ വാർത്തയായിരുന്നു. എന്തായാലും ഇതിനൊക്കെ തന്നെ ഒരു അന്ത്യം വരാൻ ഇനി അധിക നാൾ വേണ്ട എന്ന് വ്യക്തമാവുകയാണ്.